യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു. അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. യുവജന പ്രക്ഷോഭത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. യുവജന പ്രക്ഷോഭം അക്രമാസക്തമായതിനു പിന്നാലെയാണ് നിരോധനം പിൻവലിക്കാൻ സർക്കാർ തീരുമാനത്തിലെത്തിയത്. സമൂഹമാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനെടുത്ത തീരുമാനത്തിൽ പശ്ചാത്താപമില്ലെന്ന് വാർത്താവിനിമയകാര്യ മന്ത്രി പ്രതികരിച്ചു. രാജ്യത്തെ യുവജനങ്ങളോട് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരോധനം നീക്കിയതിനെ തുടർന്ന് രാത്രിയോടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ് തുടങ്ങിയവയെല്ലാം ലഭ്യമായി. ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംഘർഷങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേപ്പാൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരുന്നു. എന്നാൽ രാജിവെക്കില്ലെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഈ മാസം 4-ാം തീയതിയാണ് ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ്, ലിങ്ക്ഡിൻ എന്നിവയടക്കം 26 സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളെ സർക്കാർ നിരോധിച്ചത്. സമൂഹമാധ്യമ ഉപയോഗ നിയന്ത്രണത്തിനുള്ള നിയമം അനുസരിച്ച് സമൂഹമാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് നേപ്പാൾ സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. സെപ്റ്റംബർ 4 വരെയാണ് അതിനുള്ള സമയവും നൽകിയത്. ആ സമയപരിധി കഴിഞ്ഞും രജിസ്റ്റർ ചെയ്യാതിരുന്ന പ്ലാറ്റ്ഫോമുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്തെ രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളടക്കം ഉയർന്ന പ്രതിഷേധവും പരിഹാസവും തടയിടാനാണ് നിരോധനമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. യുവജന പ്രക്ഷോഭത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.